എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അർജുൻ്റെയും മനാഫിക്കയുടെയും പ്രശ്നം ഓരോ ദിവസം തോറും കൂടുതൽ കോംപ്ലിക്കേറ്റഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് മനാഫിക്ക അദ്ദേഹത്തിൻ്റെ ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവ് കേട്ടതിടത്തോളം നമുക്ക് മനസ്സിലായത് അർജുൻ്റെ കുടുംബമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇദ്ദേഹം നേരിട്ട് പോയി പറഞ്ഞു തീർത്തു എന്നുള്ളതാണ്. ഇതിനകത്ത് സായി കൃഷ്ണൻ, നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ കറുത്ത കൈകളും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. നമുക്ക് ആദ്യം ഈ മനാഫിക്കയ്ക്കെതിരെ അർജുൻ്റെ കുടുംബം ഒരു പരാതി കൊടുക്കുകയും അതിൻ്റെ പേരിൽ പോലീസ് കേസെടുക്കുകയും പിന്നീട് ആ കേസിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി നമുക്കൊന്ന് നോക്കാം. കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്താണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ മുഖം ഇടയ്ക്ക് കാണണമെന്നൊരു പറയാൻ മാത്രമേ പോപ്പ് സെറ്റ് ആയിക്കോളൂ എൻ്റെ ഒരു അനുമാനം. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നമ്മുടെ മരണപ്പെട്ടു പോയ അർജുനും അർജുൻ്റെ കുടുംബത്തിലുള്ളവരും മനാഫിക്കയും തമ്മിൽ ഒരു കോൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അർജുൻ്റെ കുടുംബം ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു, ഇദ്ദേഹം ആ കുറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അർജുൻ്റെ കുടുംബം ആദ്യം ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഈ മനാഫിക്ക സാമ്പത്തികമായി ഒരുപാട് അർജുനെ വെച്ചുണ്ടാക്കുന്നു, ഒരുപാട് നിന്ന് പണപ്പിരിവുകൾ നടത്തുന്നു, യൂട്യൂബ് വഴി ഒരുപാട് ഇവർക്ക് സൈബർ ബുള്ളിങ് വരാൻ സാധ്യതയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായിരുന്നു. അതിനെല്ലാം മനാഫിക്ക തിരിച്ചൊരു പ്രസ് മീറ്റ് നടത്തി. അപ്പോൾ ആദ്യം അർജുൻ്റെ കുടുംബം നടത്തിയ പ്രസ് മീറ്റിൽ തന്നെ ആ കുടുംബം പറയുന്നുണ്ടായിരുന്നു, ഇനി ഇത് തുടരുകയാണെങ്കിൽ ഞങ്ങൾ കേസുമായി മുന്നോട്ട് പോകും, സൈബർ ബുള്ളിങ് അവർ ഭയങ്കരമായിട്ട് നേരിടുന്നുണ്ടെന്നുള്ളൊരു സാഹചര്യം നമ്മളെല്ലാം അറിയണം. അങ്ങനെ മനാഫിക്ക ഇതിന് എതിരെ ഒരു പ്രസ് മീറ്റ് നടത്തുകയും ആ കുടുംബത്തിലെ ആരും സൈബർ ബുള്ളിങ് ചെയ്യരുത്, ഇതിന് ഇവർ പറഞ്ഞ അലിഗേഷൻസിനെല്ലാം ഉള്ള മറുപടി നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് ആ കുടുംബത്തിന് സൈബർ ബുള്ളിങ് വീണ്ടും കൂടിയെന്ന് പറഞ്ഞിട്ട് അർജുൻ്റെ കുടുംബം പോയി പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അർജുൻ്റെ കുടുംബം കൊടുത്തിരിക്കുന്ന പരാതി 2 പേർക്കെതിരെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മനാഫിക്കയ്ക്കെതിരെയും, 2 സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കുമെതിരെ, അതായത് നെഗറ്റീവ് കമൻ്റ് ഇടുന്ന അവരെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന എല്ലാവർക്കുമെതിരെ. ആ ഒരു എഫ്ഐആറിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കോപ്പി ഞാൻ ഇവിടെ വെക്കാം. അപ്പോൾ ഇതിനകത്ത് മനാഫിക്കയ്ക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ഈ സോഷ്യൽ മീഡിയക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ബേസിക്കലി അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സൈബർ ബുള്ളിങ് വല്ലാതെ നേരിടുന്നു എന്നുള്ളതാണ്. അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ മെയിൻ താങ്ങായിരുന്ന ഒരാൾ നഷ്ടപ്പെടുകയും അതിൻ്റെ ദുഃഖത്തിൽ ഇവരിയ്ക്കുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള സൈബർ ബുള്ളിങ് ഇവർക്കെതിരെ വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ബേസിക്കലി അവർ ഇമോഷണലി അല്പം ഡാമേജ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇമോഷൻ്റെ പുറത്തെടുക്കുന്ന ഡിസിഷൻ തീർച്ചയായിട്ടും പരാജയപ്പെടും. അതേപോലെ ഇവർ ഇമോഷണലി എടുത്ത ഡിസിഷൻസ് പരാജയപ്പെട്ടതിൻ്റെ ഭാഗമാണ് ആ പ്രസ് മീറ്റ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ സൈബർ ബുള്ളിങ് നിർത്താൻ വേണ്ടി നടത്തിയ പ്രസ് മീറ്റ് കൂടുതൽ സൈബർ ബുള്ളിങ് അവരിലേക്ക് എത്തിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഇങ്ങനൊരു പ്രസ് മീറ്റ് ഇവർ നടത്തിയപ്പോഴത്തേനും കൂടുതൽ ആളുകൾ മനാഫിൻ്റെ കൂടെ നിൽക്കുകയും മനാഫ് ഇത്രയധികം മെനക്കെട്ടിട്ടും ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും 71 ദിവസം ഇവരുടെ സ്വന്തം കുടുംബത്തെ വിട്ടിട്ട് അവിടെ പോയി കഷ്ടപ്പെട്ട് അർജുൻ്റെ ശരീരം വളരെയധികം പ്രശ്നങ്ങളെല്ലാം നേരിടുക, അതെല്ലാം ഒത്തുതീർപ്പാക്കി തിരിച്ചെത്തിച്ചിട്ടും അദ്ദേഹത്തോട് നന്ദികേട് കാണിച്ചു എന്നുള്ള രീതിയിലാണ് ഈ വിഷയങ്ങളെല്ലാം വീക്ഷിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ വരുന്ന സൈബർ ബുള്ളിങ്ങിൻ്റെ എണ്ണവും വളരെയധികം കൂടി. സൈബർ ബുള്ളിങ് താങ്ങാൻ പറ്റാതായപ്പോൾ ഇവരുകൊണ്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തതിൻ്റെ സാഹചര്യത്തിൽ ഇത് ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്ത് മനാഫിക്കയാണ്. ഇദ്ദേഹം മത തീവ്രത പരത്തുന്നു. അത് ബേസിക്കലി നമ്മുടെ നാട്ടിലുള്ളതാണ്. മുസ്ലിംസിൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ പിടിച്ചങ്ങ് തീവ്രവാദിയാക്കും. മറ്റേ അൻവറിനകത്ത് വയ്ക്കുന്ന പറയുന്നത് പോലെ എല്ലാ മുസ്ലിംസും ഒന്നും തീവ്രവാദികളല്ല. എൻ്റെ അറിവിൽ മിക്ക മുസ്ലിംസും തീവ്രവാദികളല്ല. ബേസിക്കലി ഈ തീവ്രത എന്നുള്ള മതത്തിൻ്റെ പ്രശ്നം എങ്ങനെ കയറി വന്നെന്നറിയോ? മനാഫിക്ക ഇവരുടെ വീട്ടിൽ, അർജുൻ്റെ വീട്ടിൽ ഇവരെ സന്ദർശിക്കാൻ പോയപ്പോൾ മനാഫിക്കയുടെ ഉസ്താദ് ഇവരെ കാണുകയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം ഒരു സ്നേഹം എന്നോണം, അതായത് ഒരു മരണമൊക്കെ നടന്ന വീടാണ്, പഴയ ആളുകളാണ്, ഒരു 2000 റുപ്പീസ് ഈ അർജുൻ്റെ ഫാമിലിക്ക് വെച്ച് കൊടുത്തു. ഇത് യൂട്യൂബിൽ വന്നു എന്നാണ് അർജുൻ്റെ കുടുംബം പറയപ്പെടുന്നത്. പക്ഷേ അങ്ങനെ ഒരു വീഡിയോ എനിക്ക് തപ്പിയിട്ട് കിട്ടിയില്ല. എന്നിരുന്നാലും ഇങ്ങനൊരു 2000 രൂപ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം മനാഫിക്കയും സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ബേസിക്കലി മതപരമായി ഇദ്ദേഹം ചെയ്യുന്നു എന്നുള്ള കാര്യം ജനങ്ങളിലേക്ക് കുത്തിക്കയറ്റി പല ഇല്ലാത്ത യൂട്യൂബ് ചാനലുകളെല്ലാം കയറ്റിവിട്ടത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരത്തിൽ മനാഫിനെതിരെ ഒരു പരാതി കൊടുത്തപ്പോഴത്തേനും വീണ്ടും ഇവർക്കെതിരെ സൈബർ ബുള്ളിങ് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുകയും ഈ കുടുംബം പോലീസ് മനാഫിക്കെതിരെ കേസ് FIR ഇട്ടു. അതിൻ്റെ ഒരു വാർത്ത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ടിട്ട് പോയോ? മനാഫും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള പ്ലാറ്റ്ഫോമിലെ ആളുകൾക്കെതിരെയാണ് പരാതി തന്നിരിക്കുന്നത്. അതിൽ കൃത്യമായ അന്വേഷണം നടക്കും. അതിനകത്ത്
എല്ലാവരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കും. അതുപോലെ അവരുടെ കമൻറ്റുകൾ പരിശോധിക്കും. അതിൽ ഇത്തരത്തിലുള്ള കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പരാതി തന്നാലും അവർ പ്രതിയാവുള്ളൂ, അല്ലെങ്കിൽ അവർ ഒഴിവാക്കും. സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശം നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ വേർതിരിവുണ്ടാകുന്നതിന് പരാതി നടത്തുന്ന ആൾക്കാർ, അത്തരം ആളുകളെ കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സൈബർ സെൽ പ്രത്യേക അന്വേഷണം തുടങ്ങുന്നുണ്ട്. ബേസിക്കലി ഈ വീഡിയോ മനാഫിക്കെതിരെ പോലീസ് ഇതുപോലെ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള കേസെല്ലാം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം അർജുൻ്റെ കുടുംബം വന്നിട്ട് മനാഫിക്കെതിരെയുള്ള പരാതി പിൻവലിക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ പോലീസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരവാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ ഉത്തരം ഞാനിവിടെ കാണിക്കാനുണ്ടായ കാരണം, മുഖം കാണാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നെ അറിയാൻ പറ്റില്ല എന്നുള്ള ഉറപ്പുകൾ കൊണ്ട് പലരുടെയും കമൻറ്റ് ബോക്സിൽ പോയി വായി തോന്നിയ കാര്യങ്ങളെല്ലാം വിളിച്ചു പോകുന്ന ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത്. ഒരു ബന്ധവുമില്ലാതെ ചുമ്മാ ഒരു വീഡിയോ കാണുന്നു, ചുമ്മാ പോയി നീ മറ്റവനെ മറിച്ചവനെ മാങ്ങ തേങ്ങാ തൊലി പറയുന്നവർക്ക് സൂക്ഷിച്ചോ, നിങ്ങളെയും പൊക്കാൻ പറ്റും എന്നുള്ള സാഹചര്യം മനസ്സിലാക്കുക. ബേസിക്കലി ഇപ്പോൾ അർജുൻ്റെ കുടുംബത്തിനെ ഒരുപാട് സൈബർ ബുള്ളിങ് ചെയ്ത് ഒരുപാട് കമൻറ്റുകൾ വരുന്നവർ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും ട്രാക്ക് ചെയ്യാനായിട്ട് സൈബർ സെല്ലിന് പറ്റും, സൈബർ സെല്ലിന് സാധിക്കും. നിങ്ങളുടെ ഈ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഗൂഗിളിന് യൂട്യൂബിൽ ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ജാതകം സഹിതം എടുത്തും കൊടുക്കും. നിങ്ങളുടെ ഇതിൽ പലരുടെയും IP അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് വിമർശിക്കാം, നല്ല ഭാഷയിൽ നന്നായി വിമർശിക്കൂ. അല്ലാതെ വായി തോന്നിയ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി പണികൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം കാണിച്ചത്. ഇനി അർജുൻ്റെ കുടുംബം പരാതി കൊടുത്തത് സൈബർ ബുള്ളിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവർ പരാതി കൊടുത്തത്. അതിന് മനാഫിക്ക പറയുന്ന കുറേ കാര്യങ്ങൾ, അതായത് 75,000 രൂപ സമ്പാദിക്കുക അർജുന് കൊടുത്തിരുന്നു, എന്നിട്ടും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അർജുൻ്റെ മുഖം ഒരുപാട് യൂസ് ചെയ്തു. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിങ് ഇവർക്കെതിരെ അഴിച്ചുവിടാൻ മനാഫിക്ക പ്രയത്നിച്ചു എന്ന് ഇവർ പറയുന്നത്. ശരിക്കും ഈ മനാഫിക്ക എന്താണ് ചെയ്തത് എന്ന് എനിക്കറിയണ്ടേ. അതായത് പോലീസ് തന്നെയാണ് ഈ മതസ്പർദ്ധ പരത്തി എന്നുള്ള രീതിയിൽ കേസെടുത്തത്. പോലീസ് ഇങ്ങനെ കേസെടുക്കാനും വേണ്ടി മനാഫിക്ക ചെയ്ത കാര്യം എന്തിനാണെന്ന് നിങ്ങൾക്കറിയുമോ? കണ്ടിട്ട് വാ. അതിലൊരു ദിവസം ഞാൻ ഷിരൂരിൽ നാട്ടിലേക്ക് തിരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് വൈകിട്ട് അവിടുത്തെ പെരുമഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ അതിഭീകര മഴയും അതിഭീകരമായ കൊടുങ്കാറ്റുമുള്ള കാറ്റുമാണ്. മനാഫ് അവിടെ നിൽക്കുന്നു. ഞാൻ പോയി ഷേക്കാൻ്റെ കൊടുത്തപ്പോൾ കൈ പൊള്ളുന്ന പനിയാണ്, വലിയ ചുമയാണ്. പെരുമഴയത്ത് പോത്ത് നനയുമ്പോൾ ഈ മനുഷ്യൻ നിന്ന് നനയുക. ഞാൻ ആലോചിച്ചു, ഇയാൾക്ക് വട്ടാണ്, സീരിയസ് ഞാൻ ആലോചിച്ചു. ഒരു കുട പോലുമില്ല നനയുക. ഒരു ഭ്രാന്തനെ പോലെ ഈ ദിവസങ്ങൾ മൊത്തം അലഞ്ഞ മനുഷ്യനാണ് രാഹുൽ ഈശ്വർ. ഇവിടെ വീട്ടുമുറ്റത്ത് 2 ഓടിയും ഒരു ബെൻസും, അല്ലെങ്കിൽ മലേഷ്യയിൽ ഹോട്ടൽ ബിസിനസ്സും, അല്ലെങ്കിൽ പരമ്പരാഗതമായ അതിസമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും നിൽക്കുന്നവരല്ല. നമ്മുടെ ഹാഷ്മി അദ്ദേഹത്തെ ഒന്ന് പൊക്കി പറഞ്ഞതാണെങ്കിൽ പോലും നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഒരു 2 ബെൻസും എണ്ണി തീർക്കാൻ പറ്റാത്തത്ര സാമ്പത്തിക സ്ഥിതിയും ബിസിനസ്സുകളും ലോറിയും ഒക്കെ ഉള്ള ഒരു മുതലാളി എവിടെ ഇങ്ങനെ മെനക്കെടും? അതായത് 72 ദിവസം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വിട്ട്, അദ്ദേഹത്തിൻ്റെ നാട് വിട്ട്, അദ്ദേഹത്തിൻ്റെ ബിസിനസ് വിട്ട്, കയ്യിൽ നിന്ന് പൈസ മുടക്കി 71 ദിവസത്തോളം അവിടെ പോയി ചിലവിട്ടു. എൻ്റെ അറിവിൽ ഒരു മുതലാളിയും ചെയ്യത്തില്ല, നമ്മുടെ മേലുദ്യോഗസ്ഥന് ഒരു മാനേജറും ചെയ്യത്തില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരാഴ്ച. പിന്നെ ഇതിനകത്ത് ചിലപ്പോൾ അദ്ദേഹം ഫോഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ ആദ്യം തടി കടത്തുന്നുണ്ട്, സ്വർണ്ണം കടത്തുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അദ്ദേഹം ചിലപ്പോൾ ഈ പറയുന്ന പോലെ കളഞ്ഞിട്ട് വന്നിരുന്നുവെങ്കിൽ അത് കൂടുതൽ വിമർശനങ്ങൾക്കിടയായെന്ന് കരുതി നിന്നതായിരിക്കും. ചിലപ്പോൾ സത്യസന്ധമായ ആത്മാർത്ഥതയോടെ നിന്നതായിരിക്കും. എന്നിരുന്നാലും അദ്ദേഹം അത്രയും മെനക്കെട്ട് നിന്നൊരാൾക്കെതിരെ ആ കുടുംബം ഇങ്ങനെ അലിഗേഷൻസ് നടത്തിയതിൽ എനിക്ക് വല്ലാത്ത പൊരുത്തക്കേടുണ്ട്. കാരണം ഇവർ നേരിട്ട് സംസാരിച്ചാൽ തീർക്കേണ്ട ഒരു പ്രശ്നമായിരുന്നു ഇത്. നേരിട്ട് സംസാരിച്ചാൽ തീർക്കേണ്ട പ്രശ്നമായിരുന്നു ഇതെന്ന് പറയാനുള്ള കാരണം, ഹാഷ്മി ഈ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നേരിട്ടൊന്ന് അർജുൻ്റെ കുടുംബമായിട്ട് സംസാരിച്ചുകൂടെ, അന്നേരം ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്തുകൂടായിരുന്നു, അവർക്ക് ഇങ്ങനത്തെ പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. പാഷാണത്തിക്രമിയെ പോലെ വേറൊരാളിരുന്ന് അതെങ്ങനെ പറയാൻ പറ്റും, ഇദ്ദേഹം സാമ്പത്തികം മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പം ഇങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നൊക്കെ വേറൊരാളിരുന്ന് എരുതിയിൽ മറ്റേ സ്വാഹ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മുടെ ഈ മനാഫിക്കയുടെ യൂട്യൂബ് ചാനൽ 2 ആഴ്ച, അതായത് അർജുൻ്റെ മൃതശരീരം നാട്ടിലെത്തിച്ചതിന് ശേഷം ആ ചാനലിൽ യാതൊരു തരത്തിലുള്ള വീഡിയോസും വന്നിട്ടില്ല. ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഒക്കെ ഉണ്ടാകുകയും 15,000 കിടന്ന ഇതിൻ്റെ വ്യൂസ് നേരെ 4 ലക്ഷത്തിലേക്ക് സബ്സ്ക്രൈബേഴ്സ് അടിച്ച് കയറിയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിനകത്ത് വീഡിയോസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് ആ ചാനൽ മോണിറ്റൈസും ചെയ്തിട്ടില്ല. അങ്ങനെ സാഹചര്യത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു ലൈവ് വരികയുണ്ടായി. ആ ലൈവിനകത്ത് നമ്മുടെ പ്രിയങ്കരനായ സീക്രട്ട് ഏജൻറ്റ് ഉണ്ടായിരുന്നു. ആ ലൈവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം അവരുടെ വീട്ടിൽ പോയി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച് തീർത്തു. ഇന്ന് അടുത്ത ഒരു വീഡിയോ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 5-ാം തീയതിയാണ്, 10-ാം മാസം 5-ാം തീയതി. ഇന്ന് തന്നെ മറ്റൊരു വീഡിയോ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തീർത്തു, അതിൻ്റെ സന്തോഷത്തിലാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വീണ്ടും ഒന്നുകൂടി ഉദ്ഘാടനം ചെയ്ത് ഇനി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സമൂഹത്തിലെ സേവനത്തിന് വേണ്ടി
ഉപയോഗിക്കുന്നൊക്കെ ഉള്ള രീതി പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആ ലൈവിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കാണിച്ചു തരാം. നമുക്ക് ഈ ചാനലിൽ ഞാൻ എല്ലാവരോടും കൂടി പറയാണ്, ഈ ചാനലിൽ എന്തെങ്കിലും ഒരു പൈസ വരുമാനം വന്നാൽ ഒരു പൈസ പോലും മനാഫിൻ്റെ കുട്ടികളെ തീറ്റിക്കൂല. ഞാനിത് മൊത്തം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്ന് വരുന്ന വരുമാനമെല്ലാം ഇനി ചാരിറ്റിക്ക് യൂസ് ചെയ്യും. അതുപോലെ തന്നെ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത്, അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ വെച്ച് മനസ്സിലായത്, ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതോ മേ ബി അർജുൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അർജുൻ്റെ കുടുംബമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർത്തു എന്നായിരിക്കുമെന്ന് നമ്മൾ അനുമാനിക്കുന്നു. മേ ബി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തായിരിക്കും മനാഫിക്കയുടെ ചാനലിൽ ഇന്ന് മറ്റൊരു വീഡിയോ വരുമെന്ന് പറയുന്നുണ്ട്. അത് വരുന്നത് മാത്രമല്ല, ഈ വീഡിയോയിൽ അദ്ദേഹം വളരെ നല്ല രീതിക്കാണ് പറയുന്നതെങ്കിലും കൂടെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് വേറെ കുറേ പ്രമുഖരുണ്ട്. ഈ പ്രമുഖരെല്ലാം ഞാൻ വലിയ സംഭവമാണ്, അവനുണ്ട് ഇവനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥിരം യൂട്യൂബ് ചാനലുകളിൽ കാണുന്ന പട്ടി ഷോസൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ ലൈവ് അതിനകത്ത് കിടപ്പുണ്ട്, നിങ്ങൾ പറ്റുന്നവരെല്ലാം മാക്സിമം കാണുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം നേരത്തെ ഇവർ തമ്മിൽ, ഈ അർജുൻ്റെ കുടുംബവും മനാഫിക്കയും തമ്മിൽ ഒന്ന് ഇരുന്നെങ്കിൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളായിരുന്നതല്ല. അതിന് പകരം ഇതിൻ്റെ നടുക്കെവനോ ഇടയ്ക്ക് നിന്ന് കളിച്ചിത് മൊത്തം കുളവാക്കി വധവാക്കി ഇത്രയും നാൾ കേരളത്തിലെ ജനങ്ങളെല്ലാം ഒന്നിച്ച് നിന്ന് അവർക്കിടയിൽ തന്നെ സ്പ്ലിറ്റാക്കി. എനിക്ക് വയ്യ. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മാന്യമായുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. ഈ വിമർശനം നല്ലതാണ്, പക്ഷേ അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നല്ല ഭാഷയിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.